ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ചിൻസ് 3995. അപ്പം നമുക്ക് ഇന്നൊരു കിഴിപ്പത്തൽ ഉണ്ടാക്കിയാലോ? എന്താ കിഴിപ്പത്തൽ എന്നല്ല, കിഴിപ്പത്തൽ ഞാനിതാ ഇപ്പോൾ ഈ നിമിഷമിട്ട പേരാട്ടോ. കുറച്ച് പത്തിരിപ്പൊടി കുഴച്ചിട്ട് അതിൻ്റെ അകത്ത് അത് പത്തിരി പോലെ പരത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയ മുട്ടേനെ മസാല കേട്ടോ. ഇത് ചിക്കനോ അല്ലെങ്കിൽ വെജോ ഒക്കെ എന്ത് വേണം ഉണ്ടാക്കാം. ഉണ്ടാക്കിയതാ ഇതുപോലെ ഒരു കിഴി പോലെ അങ്ങോട്ട് ആക്കുക. നമ്മുടെ പണ്ട് രാജാക്കന്മാരൊക്കെ അങ്ങനെ കൊടുക്കുന്ന സാധനമല്ലേ, അത് തന്നെ കിഴി. അങ്ങനെ കിഴി പോലെയാക്കി അങ്ങനെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണേൻ്റെ അകത്തേക്ക് ഇതങ്ങോട്ട് ഇടുക. നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് ഇടാവും കേട്ടോ. അപ്പം നല്ലോണം ഇങ്ങനെ മുരിഞ്ഞ് നല്ല സെറ്റായി വരും. അങ്ങനെ ഏകദേശം സെറ്റാവുന്നത് തോന്നിയാണെങ്കിൽ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എണ്ണ ലാഭിക്കാൻ വേണ്ടി ഒരുപാട് എണ്ണ വെച്ചില്ല, അതുകൊണ്ടാണ് തിരിച്ചിടേണ്ട ആവശ്യം വന്നത്. ഇല്ലെങ്കിൽ തിരിച്ചിടൊന്നും വേണ്ട. അങ്ങനെ തിരിച്ചിട്ട് അത് അങ്ങോട്ട് വേവിക്കാം. തിരിച്ചിട്ട് നന്നായിട്ട് വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വെക്കണ്ട. അതാ ഏകദേശം ഈ കളറായി കിട്ടുമ്പോൾ വാങ്ങി വെച്ചോ. അപ്പോൾ നമ്മളിത് വാങ്ങി വെക്കാൻ പോവാണ്. വാങ്ങി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ ഫുള്ള് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ലല്ലോ പൊരിക്കാനുള്ളത്. ഇത് എന്തിനാണ് ഉണ്ടാക്കിയെന്നല്ല, എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. നമ്മുടെ ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് കാണുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ വെറൈറ്റി. അങ്ങനെ ഇത് ഞാൻ കുറച്ച് ഇലേൻ്റെ അകത്താക്കി ഒരു 10 എണ്ണന്മാരി സ്കൂളിലേക്ക് വെച്ച് കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ച്. ഇങ്ങനെ വരിക്ക് വെച്ചിട്ട് കാര്യമില്ല, പക്ഷേ ഇത് ഞാൻ ഇലയിൽ പൊതിയുമ്പോൾ ഒന്നായിട്ട് കൂടിയിട്ട് എൻ്റെ ഉണ്ടായിരുന്നു. ഇത് വെറുതെ ഒരു ഷോക്ക് വെച്ചതാണ്. പിന്നെ ഞാൻ എൻ്റെ കിഴിപ്പത്തലിൻ്റെ ഒരു പട്ടി ഷോ ഒക്കെ എടുത്തു. എല്ലാ സൈഡിൽ നിന്നും എല്ലാ ആംഗിളിൽ നിന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. വെറുതെ കുറച്ച് കിടക്കട്ടെ. ഇതിങ്ങനെ കാണാൻ നല്ല രസമാണ്. കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല രസം. അത് നല്ല ക്രിസ്പിയാണ്. എൻ്റെ മോള് കഴിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓള് നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. കണ്ട ഒരു കിഴി പോലെയല്ല, നമ്മുടെ പണക്കിഴി പോലെയല്ല ഇത് കാണാൻ. അവിടെ പണക്കിഴിയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ അതാ എൻ്റെ മോള് ഇത് കഴിക്കുന്നുണ്ട്. അവളോട് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. തള്ളുകയാണോന്ന് അറിയില്ല, പക്ഷേ എനിക്ക് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി കിട്ടുക. പക്ഷേ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നേ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു പോയിരുന്നു ഗൈസ്. അപ്പോൾ ഇത് സൂപ്പറാണ്. ആർക്കും ട്രൈ ചെയ്ത് വേഗം കഴിയും. വലിയ പാടൊന്നുമില്ല. കുറച്ച് മസാല ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ സാധാരണ കുഴക്കുന്നല്ലേ, അവരെ അങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക. ഇവിടെ എന്താ വെറൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ വെറൈറ്റിയാണ്, സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.